നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനകത്ത് നമ്മളൊരു BSc വഴിയൊക്കെയാണ് നമുക്ക് സ്റ്റോക്ക് മേടിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു BSc എന്ന് പറഞ്ഞ സ്റ്റോക്കിൻ്റെ ഇപ്പോൾ വീക്കിലി ചാർട്ടാണ് ഇപ്പോൾ നമ്മൾ എടുത്തു വച്ചേക്കുന്നത്. അപ്പോൾ ഈ ചാർട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ചാർട്ട് അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പേർട്ടോ അല്ല. ഇത് എൻ്റെ മാത്രം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു എന്ന് മാത്രമാണ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടൊന്ന് ജസ്റ്റ് ശ്രമിക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ നീല വര എടുത്ത് ഇതൊരു മേജർ സപ്പോർട്ടാണ്. അതായത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കട്ടെ. കണ്ടോ, അതൊരു മേജർ സപ്പോർട്ടാണ്. അതായത് ആ ഒരു റേഞ്ചിൻ്റെ താഴത്തേട്ട് ഇതിൻ്റെ പ്രൈസ് പോയിട്ടേ ഇല്ല. ഇത് നമുക്ക് വേണമെങ്കിൽ ഇത്തിരി കൂടെ കയറ്റി വെച്ചാലോ, അതാണ് ഒന്നും കൂടെ ഒരു നല്ല സപ്പോർട്ട്. ഇത്തിരി കൂടെ കയറ്റി വെക്കാം. ഇതിവിടെ ഇതിവിടെ ഇപ്പം ശരിയായി. കണ്ടോ, അപ്പോൾ ആ ഒരു റേഞ്ചിൻ്റെ താഴത്തേട്ട് ഇപ്പോൾ ഇത്രയും ഈ 2018 കണ്ടോ, ഇപ്പോൾ ഈ ഒരു സമയമായിട്ട് ആ ഒരു റേഞ്ചിൻ്റെ താഴത്തേട്ട് പോയില്ല എന്ന് നമുക്ക് ആ ഒറ്റ നീല വര കൊണ്ട് നമുക്കത് മനസ്സിലായി. അതിൻ്റെ താഴത്തേട്ട് പോയിട്ടില്ല എന്ന്. ഇതിങ്ങനെ നീണ്ടിരിക്കട്ടെ, എന്നാലാണ് ഒരു ഭംഗി വരുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ ഇനി ഇതിൻ്റെ അടുത്ത ഒരു റെസിസ്റ്റൻസ് എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ വരയുടെ ഒരു ജസ്റ്റ് ഒന്ന് കോപ്പി എടുത്തു കഴിഞ്ഞാൽ ഇതും അതുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് മനസ്സിലാവും. കണ്ട, കറക്റ്റ് ഒരു റെസിസ്റ്റൻസ് ഉള്ള സ്ഥലത്ത് തന്നെ ആ വര വന്നു. ഈ നീല എന്നുള്ളത് നമുക്കൊരു കളർ മാറ്റാം, ഒരു ചുമലയാക്കാം. ഇത് കണ്ടോ, ചുമല അത്യാവശ്യം ബ്രൈറ്റായിട്ട് കാണാനും പറ്റും. അപ്പോൾ ഇതൊരു റെസിസ്റ്റൻസാണ് എന്ന് വെച്ചാൽ ഇവിടെ നോക്കൂ, ഇത് ഈ ഭാഗത്ത് ഇത് കുറേ സ്ഥലത്ത് ടച്ച് ആയിട്ടുണ്ട്, ഈ ഭാഗത്ത് ആ വരയിൽ ടച്ച് ആയിട്ടുണ്ട്. ഞാനൊന്നും ചെയ്തില്ല, അത് നമ്മൾ ക്ലോൺ എടുത്തപ്പോൾ തന്നെ ഇതിങ്ങനെ വന്ന് കറക്റ്റ് ആ സ്ഥലത്ത് ആ റെസിസ്റ്റൻസിലാണ് വന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അത് ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഈ ഭാഗത്തായിട്ടൊരു റെസിസ്റ്റൻസ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതും ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഇത്തിരിയും കൂടെ മുകളിലായിട്ട് കയറ്റി വെക്കാം, അപ്പോഴാണ് അത് കറക്റ്റാവുള്ളൂ. അത് നമുക്ക് വരാതുമായിട്ട് അപ്പോഴും നോക്കൂ. ഇപ്പോൾ ആ ചുമല വരാത് കണ്ടോ, അതൊരു മേജർ സപ്പോർട്ടിൻ്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ടാണ് ഇവിടെ വരച്ചെങ്കിലും അത് ബ്രേക്ക് ചെയ്ത് ഓൾറെഡി ഇത് ഇവിടെ മുകളിലോട്ട് പോയിട്ടുണ്ടല്ലോ. അത് മുകളിലോട്ട് പോയിട്ട് ഇവിടെ തിരിച്ച് ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ വരുമ്പോൾ അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. വേണ്ട, അത് തന്നെയാണ് അത്യാവശ്യം നല്ല റെസിസ്റ്റൻസ് ഉണ്ടോ. അപ്പോൾ അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും ഇവിടെ. അപ്പോൾ ഈ ചുമല വര സപ്പോർട്ട് നല്ല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ബൈ ചെയ്യാം. ഇനി ഇതിൻ്റെ ഒരു ക്ലോണും കൂടെ നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ വരയിൽ ടച്ച് ആവണില്ല. അതിൻ്റെ ഒരു ക്ലോണും കൂടെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ എടുത്ത് ഇങ്ങനെ വയ്ക്കാം. എങ്ങനെ എടുത്ത് വെക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്, അങ്ങനെ എടുത്ത് വെക്കുമ്പോൾ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഇത് കണ്ടോ, ഇത്രയും നമ്മൾ വീക്കിലി ചാർട്ട് വെച്ചാണ് നോക്കുന്നത്. ഇപ്പോൾ ഇത്രയും കണ്ടോ, ഇത്രയും ഇപ്പോൾ 2096 രൂപയിലാണ് നിൽക്കുന്നത്. അതിലാ മുകളിലത്തെ റെസിസ്റ്റൻസായിട്ട് നോക്കുമ്പോഴത്തേക്കും നോക്കുന്നുണ്ടോ, ഈ ഒരു റേഞ്ച് ഒന്നും ഈ വീഡിയോയിൽ പറയുന്നില്ലേ. ഇപ്പോഴത്തെ പ്രസൻറ്റ് വില 2090 ആയതുകൊണ്ട് അത് മാത്രം പറയുന്നു എന്നേ ഉള്ളൂ. ആ മുകളിലെ റെസിസ്റ്റൻസ് വരെ പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ച് ആരും പോയി സ്റ്റോക്ക് മേടിക്കരുത്. എൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം അല്ല സ്റ്റോക്ക് മേടിക്കേണ്ടത്. സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം സ്റ്റോക്ക് മേടിക്കുക. അപ്പോൾ നമുക്കിത് ഇവിടെ ഒരു ഷോർട്ട് ടൈമിൽ ഇങ്ങനെ ഒരു വരയും കൂടെ വരച്ച് നോക്കാം. അപ്പോൾ അത് നമുക്ക് അതിനോടൊരു ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു സപ്പോർട്ടായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഈ വരയ്ക്കണ വര ഇതിപ്പോൾ ഇത് കണ്ടോ, അവിടുന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തേട്ട് വരികയാണെങ്കിൽ പിന്നെ നമുക്ക് അടുത്തൊരു സപ്പോർട്ടുള്ളത് ഈ താഴത്തെ നീല വരയാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ഫാളാണ് അല്ലേ, അത്രയും ഏരിയ ഉണ്ട്. അപ്പോൾ അത്രയും ഏരിയയിൽ നമ്മൾ നോക്കാണ്ട് അതിന് മുമ്പ് നമ്മൾ പൈസ സേഫ് ആക്കണ്ടേ. അപ്പോൾ അതിനായിട്ട്
ഒരു സപ്പോർട്ടായിട്ട് ഇത് ഈ ഒരു വര ഇപ്പം വരച്ച അത് ചുമല മാറ്റി നമുക്ക് ഇതിൻ്റെ കളർ മാറ്റാം. ഇപ്പോൾ വരച്ച പച്ച കളർ വര, ആ പച്ച വര നമുക്ക് വേണമെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് വെക്കുകയും ചെയ്യാം. ഇപ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പോൾ നമുക്ക് ഇതിനിപ്പോൾ എന്താ കളർ കൊടുക്കണ്ടേ, ഒരു മഞ്ഞ പോലത്തെ കളർ, മഞ്ഞ. ഇപ്പോൾ ആ മുകളിൽ വരച്ച മഞ്ഞ വര ഒരു റെസിസ്റ്റൻസ് ആക്കി വെക്കുകയും ചെയ്യും. ഞാനിപ്പോൾ അതിന് ക്ലോണായിട്ട് വരച്ചാണേ, അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഞെങ്ങിയാണ് പോണേ. അതാണ് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കണ്ട അവിടെ വരെ അവിടെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എൻ്റെ മാത്രം പോയിൻ്റ് ഓഫ് വ്യൂ ആണേ. VSC എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല ഒരു കമ്പനി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, അപ്പോൾ അവിടെ അത്രയും ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ. നമുക്കിവിടെ വേണമെങ്കിൽ ഒരു വരയും കൂടി ചുമ്മാ വെറുതെ ഒന്ന് വരച്ച് നോക്കാം കേട്ടോ. എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും വലിയ കാര്യമായിട്ടുള്ള അറിവൊന്നുമില്ല, ഞാനിത് പഠിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഇത് ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും എത്തുമെന്ന് നോക്കട്ടെ. അതിൽ വലിയ കാര്യമൊന്നുമില്ല ഹൊറിസോണ്ടൽ ലൈൻ കൊടുത്തിട്ട്. അപ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അത് കണ്ടപ്പോഴേ അതെനിക്കൊരു നേരെ ആയതുപോലെ എനിക്കെന്നാൽ തോന്നിയായിരുന്നു. അപ്പോൾ ഈ സ്റ്റോക്കിൽ സംഭവിച്ചേക്കുന്നത് കണ്ടോ, ഇപ്പോൾ നമ്മുടെ ആ ചുമല വരയെന്ന് ഇവിടെ ആ ചുമല വര പൊട്ടിച്ച് താഴത്തേട്ട് വന്നു ഈ ഏരിയയിൽ. എന്നിട്ട് ഇത് ഇവിടുന്ന് ഇടിഞ്ഞു കുത്തി താഴെ പോയി ഏറ്റവും അവസാനം ആ നീല വരയിൽ വന്ന് മുട്ടി അവിടെ നിന്ന് എന്ത് സപ്പോർട്ട് എടുത്ത് ആ സപ്പോർട്ടിൽ നിന്ന് പിന്നെ കയറി ഈ സാധനം നമ്മൾ സ്റ്റോക്ക് നമ്മുടെ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സ്റ്റോക്ക് ഒരിക്കലും നേരെ അങ്ങനെ കുത്തനെ കയറി പോകില്ല, ഒന്ന് വില കയറി ഒന്ന് വില കുറഞ്ഞ് അങ്ങനെ കയറി പോവുള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ ഇതുണ്ടോ, അതിന് കുത്തനല്ല, ഇങ്ങനെ പയ്യെ ഒന്ന് കയറി ഒന്ന് ഇറങ്ങി പിന്നെ കയറി അങ്ങനെ പോയി ഇത് നമ്മുടെ വീണ്ടും ചുമല വരയിൽ പോയി മുട്ടി. അപ്പോൾ ആ ചുമല വരയിൽ തന്നെ ഇപ്പോൾ ഇവിടുന്ന് തന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്തു. ഇത് ഇവിടെ വന്നപ്പോൾ സപ്പോർട്ട് പൊട്ടിച്ച് താഴത്തേട്ട് വരുവാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ആ സപ്പോർട്ട് ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. ആ റെസിസ്റ്റൻസ് ആയിട്ട് ഇടിച്ച് ഇത് വീണ്ടും താഴത്തേട്ട് വന്നു. നമ്മുടെ നീല വരയിൽ ഇവിടെ നമ്മൾ അനുഭവിച്ച് നീല സപ്പോർട്ടിൽ വന്നപ്പോൾ വീണ്ടും പയ്യെ അത് ആ മൂവ്മെൻറ്റ് അത്യാവശ്യം ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു. കണ്ടോ, പെട്ടെന്ന് കയറിപ്പോയി വീക്കിലി ചാർട്ട് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അത് കയറി പിന്നെ നോക്കുമ്പോഴത്തേക്കും ആ റെഡ് റെസിസ്റ്റൻസ് ഇല്ലേ, ആ റെഡ് റെസിസ്റ്റൻസിൽ നിന്ന് ജസ്റ്റ് ഒന്ന് താഴെ വന്നു. ജസ്റ്റ് പിന്നെ നമുക്ക് ഒരു ഷോർട്ട് ടൈമിലൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സപ്പോർട്ട്, നമുക്ക് അവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാൻ പാകത്തിനുള്ളൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അത് വരച്ചു എന്നുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തു, താഴത്തേട്ട് വന്നു. പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക് ചെയ്തു, അതുപോലെ തന്നെ താഴത്തേട്ട് വന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ വീക്കിലി ചാർട്ട് വെച്ചാണ് നോക്കുമ്പോൾ അത് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ സസ്റ്റെയിൻ ചെയ്തോന്ന് നോക്കിയിട്ട് വേണം എടുക്കാൻ. ബ്രേക്ക് ഔട്ട് വിത്ത് റീടെസ്റ്റ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഏറ്റവും, അതായത് ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി വീണ്ടും അതേ വരെ തന്നെ മുട്ടുവാണെങ്കിൽ അവിടെ നമുക്കൊരു ഒന്നുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെയും ഇതിനെ ഈ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് പോയെങ്കിലും പിന്നെ അത് അതുപോലെ തന്നെ താഴത്തേട്ട് വന്നു. പക്ഷേ ഇപ്പം അത് നോക്കൂ, വീണ്ടും ഇത് ഇവിടെ വന്ന് ഇതിപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് ആ റെഡ് ലൈനിൻ്റെ മുകളിലോട്ട് പോയ സ്ഥലത്ത് ആ ഏറ്റവും ടോപ്പ് വന്ന ഒരു സ്ഥലത്ത് നമ്മൾ ആ വരയ്ക്കിന് പാരലായിട്ടൊരു വര വരച്ചു എന്ന് മാത്രമാണ് ഉള്ളൂ. ഇനിയിപ്പോൾ നോക്കുവാണെങ്കിൽ ഇത് ഇപ്പോൾ ഈ റെഡ് ലൈൻ ഒരു മേജർ സപ്പോർട്ടാണ്. കണ്ടോ ഇതൊരു നല്ല സപ്പോർട്ടാണ് ഈ റെഡ് ലൈൻ. ഇതിനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡെയിലി ചാർട്ട് ആക്കിയിട്ട് നോക്കാം. വീക്ക് മാറ്റിയിട്ട് 1 ഡേ ആക്കി. കണ്ടോ, 1 ഡേ ആക്കുമ്പോൾ അതിനകത്തൊരു ഷോർട്ട് ടൈം അവസരങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ 1 ഡേ ചാർട്ടാക്കിയാലാണ് നമുക്ക് ഷോർട്ട് ടൈമിൽ അവസരം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ മറ്റേ ആ ഓൾ ടൈപ്പ് ഹൈ നമ്മൾ ആദ്യം വരച്ച മുകളിലത്തെ റെസിസ്റ്റൻസ് ഇല്ലേ, അത് അവിടെയാണ്. കണ്ടോ, ഇതിങ്ങനെയാണ് നിലവിൽ ഡെയിലി ചാർട്ട് വരയ്ക്കുമ്പോഴും കിട്ടുന്നത്. അതിനകത്ത് നമ്മൾ ആ വരച്ച സപ്പോർട്ടൊക്കെ കണ്ടോ, നമ്മൾ ആദ്യം വരച്ച ആ പച്ച വര അവിടെ അത് ഒരു സപ്പോർട്ടായിട്ട് തന്നെ ആക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്തായാലും VSC സ്റ്റോക്കിനെ പറ്റിയുള്ള എൻ്റെ ഒരു വ്യൂ, അല്ലെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു
വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ റെക്കമെൻഡ് ചെയ്തു എന്ന് കരുതി ആരും ഈ സ്റ്റോക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്തതല്ല, ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, എൻ്റെ പഠനാവശ്യത്തിന് വേണ്ടി ഞാനിത് നോക്കി എന്ന് മാത്രമാണുള്ളൂ. അപ്പോൾ അത് ഞാൻ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തു എന്ന് വിചാരിച്ച് ആരും ഇത് മേടിക്കരുത്, അതാണ് ഞാൻ പറയാൻ വന്നത്. ഞാനിത് സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നതല്ല. അപ്പോൾ സ്വന്തം തീരുമാനത്തിന് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ.